മേലിലുള്ളേരുശലേമേ, കാലമെല്ലാം കഴിയുന്ന നാളിലെന്നെ ചേർക്കണേ നിൻ കൈകളിൽ. നാഥ, ലളിത കൃപയുടെ വരിശമനുദിനമനുഭവിപ്പതിനരുളണേ. സഭയാകുമീ പുഷ്പമാം സാധുനൈതലിൽ നിന്റെ പാലനമല്ലാതെ എന്തി പൈതലിൽ. 68 സങ്കീർത്തനം 13 വാക്യം. നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിൻ്റെ ചിറക് വെള്ളികൊണ്ടും അതിൻ്റെ തൂവലുകൾ പൈമ്പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെ ആകുന്നു. ദാവീദിൻ്റെ വാക്കുകളാണ്. ഈ സങ്കീർത്തനത്തിലുടനീളം വളരെയധികം അർത്ഥഗർഭമായ വാക്യങ്ങളുണ്ട്. ഉപമാനങ്ങളായി, ഉപമേയങ്ങളായി ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന അനേക വാക്യങ്ങൾ ഈ സങ്കീർത്തനത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ഉള്ള ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണല്ലോ നാം ഇപ്പോൾ വായിച്ചത്. നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിൻ്റെ ചിറക് വെള്ളികൊണ്ടും അതിൻ്റെ തൂവലുകൾ പൈമ്പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെ ആകുന്നു. നമ്മെ സംബന്ധിച്ചുള്ളതായ ചില ഭാഗങ്ങൾ ഇതോടനുബന്ധിച്ച് ചിന്തിക്കാം എന്ന് വിചാരിക്കുകയാണ്. ദൈവവചനം നമ്മോട് പറയുന്നു, നിങ്ങൾ കിടക്കുന്നത് എവിടെയാണ്? തൊഴുത്തുകളുടെ ഇടയിലാണ്. തൊഴുത്തുകൾ എന്നുള്ളതിന് ഇംഗ്ലീഷ് പരിഭാഷയിൽ ആട്ടിൻ തൊഴുത്ത് എന്നോ കരിക്കലങ്ങളെന്നോ ഒക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ്റെ അർത്ഥം പോകുന്നത്. അപ്പോൾ നാം കിടക്കുന്നത് ആട്ടിൻ തൊഴുത്തുകളുടെ ഇടയിലോ അല്ലെങ്കിൽ കരിക്കലങ്ങളുടെ ഇടയിലോ ഒക്കെയാണ് എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തെയാണ് വാസ്തവത്തിൽ ഈ വാക്യം തുലനം ചെയ്ത് കാണിക്കുന്നത്. ഈ ലോകത്തിലുള്ളതായ ഒരു വിശ്വാസിയുടെ ജീവിതത്തെ ആട്ടിൻ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുന്നതായ ഒരു ജീവിതത്തോട് ഉപമിക്കുകയാണ്, അല്ലെങ്കിൽ കരിക്കലങ്ങളുടെ ഇടയിൽ കിടക്കുന്നതായ ഒരു ജീവിതത്തോട് ഉപമിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകളുള്ളതായ സാഹചര്യങ്ങൾ എത്രയോ മലീമസമാണ് എന്നുള്ളത് ഈ വാക്യത്തിലൂടെ വിവക്ഷിക്കുന്നുണ്ട്. വളരെ വൃത്തിഹീനമായ ചുറ്റുപാടുകൾ, മലീമസമായ ചുറ്റുപാടുകൾ, യാതൊരു കൃത്യതയുമില്ലാത്ത, ക്രമീകരണമില്ലാത്ത, ഭംഗിയില്ലാത്ത, ദുർഗന്ധം വമിക്കുന്ന ഏറ്റവും മലീമസമായിട്ടുള്ള ലോക സാഹചര്യങ്ങളെയാണ് വാസ്തവത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ ആട്ടിൻ തൊഴുത്തായിട്ടോ അല്ലെങ്കിൽ കരിക്കലങ്ങളായിട്ടോ ഒക്കെ ഉപമിച്ച് കാണിച്ച് നമ്മെ മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ മലീമസമായ ഈ ലോക സാഹചര്യങ്ങളുടെ നടുവിൽ നാം കിടക്കുന്നു. പ്രിയമുള്ളവരെ, നാം നോക്കുമ്പോൾ എത്രയോ പ്രയാസകരമായ, എത്രയോ പ്രശ്നജടിലമായിട്ടുള്ള ഒരു ലോക സാഹചര്യമാണ് നമ്മുടെ ചുറ്റുപാടുകളുള്ളത്. അടുത്ത സമയത്ത് നാം നോക്കുമ്പോൾ നമ്മുടെ സമാധാനം കെടുത്തിക്കളയുന്ന, സന്തോഷം നഷ്ടപ്പെടുത്തിക്കളയുന്ന ഒരുപാട് കാര്യങ്ങൾ നാം നമ്മുടെ ചുറ്റുപാടുകളിൽ ലോകം മുഴുവൻ നാം കാണുകയാണ്. എത്രയോ ഭയാനകമായ കാര്യങ്ങൾ നാം എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു. എത്രയോ മലീമസമായ കാര്യങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളതായ ലോക സാഹചര്യങ്ങളുടെ നടുവിൽ ധാർമ്മികത നഷ്ടപ്പെട്ട, എല്ലാ വിധത്തിലുള്ളതായ ആത്മീയതയും നഷ്ടപ്പെട്ട, യാതൊരു ലക്ഷ്യബോധവുമില്ലാത്ത ഒരു തലമുറയുടെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെയുള്ളതായ ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. നാം ലോകം മുഴുവൻ നോക്കുമ്പോൾ കാണുന്നത് അതിഭയാനകമായ കുറ്റകൃത്യങ്ങളും മലീമസമായ കാര്യങ്ങളും മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതുമായ സംഭവങ്ങളാണ്. അങ്ങനെയുള്ളതായ സാഹചര്യങ്ങളുടെ നടുവിലാണ് നാം പാർക്കുന്നത്. നാം എന്ന് പറയുമ്പോൾ നാം ഉൾപ്പെടുന്നതായ ദൈവസഭയെ നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനങ്ങൾ ഉൾപ്പെടുന്നതായ ദൈവത്തിൻ്റെ സഭ, സാർവത്രിക സഭ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്ന സഭ, രക്ഷിക്കപ്പെട്ട എല്ലാവരും ഉൾപ്പെടുന്നതായ ആ സഭയെ സംബന്ധിച്ച് ഉള്ളതായ ഒരു ചിത്രമാണ് ഇത് എന്നുകൂടെ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അവിടെ പറയുന്നത് എന്താണ്? ഈ ലോകമാകുന്ന തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുന്ന വിശ്വാസികളുടെ കൂട്ടമാകുന്ന ഈ സമൂഹം ഇതെങ്ങനെയാണ് കിടക്കുന്നത്? ഒരു പ്രാവിനെ പോലെ കിടക്കുന്നു. അതിൻ്റെ ചിറകുകൾ വെള്ളി കൊണ്ടും അതിൻ്റെ തൂവലുകൾ പൈമ്പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെ ദൈവം സംരക്ഷിക്കുന്ന അനുഗ്രഹീതമായ ഒരു പ്രാവിനെ പോലെയാണ് നാം ഈ ലോക സാഹചര്യങ്ങളുടെ നടുവിൽ കിടക്കുന്നത് എന്നാണ് സങ്കീർത്തനക്കാരൻ വളരെ കൃത്യമായി നമ്മെ അറിയിക്കുന്നതായ ഒരു വസ്തുത. എത്രമാത്രം മനോഹരമായിട്ടാണ് ഈ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ദൈവാത്മാവ് ഒരു പ്രാവിനോട് ഉപമിച്ച് ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്? പ്രാവിനൊരു പ്രത്യേകതയുണ്ട്.
അത് മലീമസമായ സാഹചര്യങ്ങളിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു പക്ഷിയാണ്. അത് വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ ഒരിക്കലും ഇരിക്കുന്നില്ല. വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ നിന്ന് മാറിപ്പോകുവാൻ ആഗ്രഹിക്കുന്നതായ ഒരു പക്ഷി. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൽ നാം അതിൻ്റെ ഒരു സൂചന കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഭൂമിയിലെ വെള്ളം പറ്റിയോ എന്നറിയുന്നതിന് വേണ്ടി നോഹ ചെയ്യുന്ന കാര്യം എന്താണ്? ആദ്യം ഒരു മലങ്കാക്കയെ താൻ പെട്ടകത്തിന് പുറത്തേക്ക് അയക്കുകയാണ്. അത് വെള്ളം പറ്റിയിരുന്നത് കൊണ്ട് വന്നും പോയും ഇരുന്നു എന്നാണ് നാം കാണുന്നത്. എന്നാൽ കൃത്യമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നോഹ ഒരു പ്രാവിനെ വീണ്ടും പുറത്തേക്ക് അയക്കുകയാണ്. ആ പ്രാവ് ചുറ്റി സഞ്ചരിക്കുമ്പോൾ മലീമസമായ സാഹചര്യങ്ങളാണ് കാണുന്നത്. അതിന് കാൽ വെപ്പാൻ സ്ഥലം കണ്ടില്ല എന്നാണ് നാം വായിക്കുന്നത്. കാരണം വെള്ളപ്പൊക്കം ഉണ്ടായതിന് ശേഷം വെള്ളമെല്ലാം ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്കറിയാം ആ ഭാഗമെല്ലാം ചെളി നിറഞ്ഞിരിക്കും. അങ്ങനെയുള്ളതായ മലീമസമായ ഒരു ചുറ്റുപാടാണ് പ്രാവ് കാണുന്നത്. അതുകൊണ്ട് അതിന് വൃത്തിയുള്ളതായ ഒരു സ്ഥലം കാലുറപ്പിക്കുന്നതിന് വേണ്ടി കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് അത് മടങ്ങി വന്നു എന്നാണ് നാം വായിക്കുന്നത്. അങ്ങനെ അത് കൃത്യമായ ഒരു സ്ഥലം കണ്ടെത്തുന്നതുവരെ ഇങ്ങനെ വന്നും പോയും ഇരുന്നു. പ്രിയമുള്ളവരെ, ഈ പ്രാവ് മലീമസമായ സാഹചര്യങ്ങളിൽ കാലുറപ്പിക്കുവാൻ ആഗ്രഹിക്കാത്ത പ്രാവാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനങ്ങളാകുന്ന സഭ, ആ സഭ ഏറ്റവും വൃത്തിയുള്ളതായ ഏറ്റവും അനുഗ്രഹീതമായ സ്ഥാനത്ത് പാർക്കുന്നതാണ്. എന്നാൽ അതിപ്പോൾ കിടക്കുന്നത് എവിടെയാണ്? മലീമസമായ ഈ ലോക സാഹചര്യങ്ങളുടെ നടുവിലാണത് പാർക്കുന്നത്. ഏറ്റവും വൃത്തിഹീനമായിട്ടുള്ള ഏറ്റവും നിരാശാജനകമായ ഈ ലോകത്തിലാണ് അത് കിടക്കുന്നതെങ്കിലും ദാവീദ് രാജാവ് പറയുകയാണ്, അതിൻ്റെ ചിറക് വെള്ളി കൊണ്ടും അതിൻ്റെ തൂവലുകൾ പൈമ്പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെ ആകുന്നു. ചിറക് വെള്ളി കൊണ്ട് പൊതിഞ്ഞിരിക്കുക, തൂവലുകൾ പൈമ്പൊന്നുകൊണ്ട് പൊതിഞ്ഞിരിക്കുക. പൈമ്പൊന്ന് എന്നുള്ളതിൻ്റെ അർത്ഥം ഗ്ലിസനിങ് ഗോൾഡ് എന്നാണ്, തിളക്കമുള്ളതായ സ്വർണം, അല്ലെങ്കിൽ പ്യൂരിഫൈഡ് ഗോൾഡ് എന്നാണ്, ശുദ്ധി ചെയ്തതായ സ്വർണം. അങ്ങനെ ഏറ്റവും മനോഹരമായ ഏറ്റവും ശുദ്ധി ചെയ്തതായ തിളക്കമാർന്ന സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതായ തൂവലുകളുള്ളതായ ഒരു പ്രാവ് എത്ര ആകർഷകമായിരിക്കാം. അങ്ങനെയുള്ളതായ ഒരു പ്രാവ് എവിടെയാണ് കിടക്കുന്നത്? ലോക സാഹചര്യങ്ങളാകുന്ന മലീമസമായ ആട്ടിൻ തൊഴുത്തു പോലെയുള്ളതായ കരിക്കലങ്ങളുടെ ഇടയിൽ കിടക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. അങ്ങനെ കരിക്കലങ്ങളുടെ ഇടയിൽ കിടക്കുമ്പോഴും ഈ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോഴും അത് ഏറ്റവും മനോഹര രൂപിണിയാണ് എന്ന് പറയുന്നു. അതിൻ്റെ തൂവലുകൾ പൈമ്പൊന്ന് കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്, അതിൻ്റെ ചിറകുകൾ വെള്ളി കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. അർത്ഥാൽ പ്രിയമുള്ളവരെ, ദൈവം നമ്മെ എത്രമാത്രം മനോഹരമായി, എത്രമാത്രം ഭംഗിയായി, എത്രമാത്രം ആകർഷകമായി ഈ ലോക സാഹചര്യങ്ങളിൽ നിലനിർത്തിയിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ഏറ്റവും മലീമസമായിക്കൊള്ളട്ടെ, ലോക സാഹചര്യങ്ങൾ ഏറ്റവും ദുർഗന്ധം വമിക്കുന്നതായിക്കൊള്ളട്ടെ, എന്നിരുന്നാലും അതിൻ്റെ മധ്യത്തിൽ ദൈവം തൻ്റെ മക്കളെ കരുതുന്നത് എങ്ങനെയാണ്? ഒരു പ്രാവിൻ്റെ ചിറകിനെ വെള്ളി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് പോലെ അതിൻ്റെ തൂവലുകളെ പൈമ്പൊന്നുകൊണ്ട്, ഗ്ലിസനിങ് ഗോൾഡ് കൊണ്ട്, തിളക്കമാർന്ന സ്വർണം കൊണ്ട് പൊതിഞ്ഞ് എത്രമാത്രം അതിൻ്റെ ചിറകുകൾ തിളങ്ങിയിരിക്കുന്നുവോ അതുപോലെ വളരെ ഭംഗിയായി മനോഹരമായി സംരക്ഷിക്കുന്നു എന്നുള്ളത് സങ്കീർത്തനത്തിൻ്റെ ഈ വാക്യത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എത്ര അനുഗ്രഹകരമായ ഒരു അനുഭവമാണിത്. ഈ ലോകം എത്രമാത്രം സങ്കടകരമായിരിക്കുന്നുവോ, എത്രമാത്രം ദുർഗന്ധപൂരിതമായിരിക്കുന്നുവോ, എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവം തൻ്റെ ജനത്തെ കാത്തു പരിപാലിക്കുന്നത് എത്ര അനുഗ്രഹകരമായ അവസ്ഥയിലാണ്. എത്ര മനോഹരമായി കർത്താവ് നമ്മെ പരിപാലിക്കുന്നു, നമ്മെ എത്രമാത്രം ദൈവം കരുതുന്നു. 103-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. അത്രമാത്രം നമ്മെ അണിയിച്ചൊരുക്കി ഭംഗിയായി ഈ ലോകത്തിൽ പരിപാലിക്കുന്ന കർത്താവിൻ്റെ കരങ്ങൾക്കായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. മലീമസമായ ഈ ലോകത്തിൽ കരിക്കലങ്ങളുടെ ഇടയിലെന്ന പോലെ, ആട്ടിൻ തൊഴുത്തുകളുടെ ഇടയിലെന്ന പോലെ നാം കിടക്കുന്നുവെങ്കിലും എത്രമാത്രം മനോഹരമായി ഭംഗിയായി കർത്താവ് നമ്മെ പരിപാലിക്കുന്നു. മഹാകവി KV സൈമൺ സാറ് ഈ ഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളതായ ചില വരികൾ ഒന്ന് പാടിക്കൊണ്ട് ഈ ധ്യാനചിന്തകൾ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കലങ്ങൾക്കിടയിൽ നീ ആകുലയായി കിടന്നാലും, കലങ്ങൾക്കിടയിൽ നീ ആകുലയായി കിടന്നാലും, നാഗനാഥൻ കടാക്ഷിക്കും നിന്റെ മേൽ
കാന്തൻ പ്രേമരസമധുഭവതിയുടെ മനമാശു തന്നിലൊഴിക്കവേ പരമാത്മചൈതന്യം ലഭിക്കുമാകയാൽ നീയും വാനലോകെ പറന്നേറും പ്രാവു പോൽ, നീയും വാനലോകെ പറന്നേറും പ്രാവു പോൽ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ ലോക സാഹചര്യങ്ങൾ എത്രയോ മലീമസമായിട്ടുള്ളതാണ്, എത്രയോ വൃത്തിഹീനമായിട്ടുള്ളതാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ അവിടുത്തെ ജനത്തെ അവിടുന്ന് ഒരു പ്രാവിനെ പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അതിൻ്റെ ചിറകുകളെ വെള്ളി കൊണ്ടും അതിൻ്റെ തൂവലുകളെ പൈമ്പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെ അവിടുത്തെ ജനത്തെ അവിടുന്ന് എത്രമാത്രം അനുഗ്രഹമായി, മനോഹരമായി, ഭംഗിയായി കാത്തു പരിപാലിക്കുന്നു എന്നുള്ളത് ഓർത്ത് ഞങ്ങൾ ഇന്ന് രാവിലെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ അവിടുന്ന് ഞങ്ങളെ പരിപാലിച്ച വിധങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഭയപ്പെടുത്തുന്ന ലോക സാഹചര്യങ്ങളുടെ മധ്യത്തിൽ, വൃത്തിഹീനമായ മലീമസമായ ലോക സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഒരു പ്രാവിനെപ്പോലെ ഞങ്ങളെ പരിപാലിക്കുന്ന അവിടുത്തെ കരുതലിന് ഇന്ന് രാവിലെ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അവിടുന്ന് സംരക്ഷിക്കുന്നതിനായി സ്തോത്രം, ഞങ്ങളെ കരുതുന്ന വിധങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ, ഞങ്ങൾ പോകുന്നതായ പാതകളിൽ അവിടുത്തെ കരം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ, തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരണമേ. കർത്താവെ, ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവരെല്ലാം അവിടുന്ന് കാത്തു പരിപാലിക്കണമേ, അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ. കർത്താവെ, ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹകരമായ, സന്തോഷകരമായ ഒരു ദിവസമാക്കി ഞങ്ങൾക്ക് സമ്മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ, ആമേൻ. ആകലങ്ങൾക്കിടയിൽ നീ ആകുലയായി കിടന്നാലും നാഗനാഥൻ കടാക്ഷിക്കും നിന്റെ മേൽ. കാന്തൻ പ്രേമരസമത് ഭവതിയുടെ മനമാശു തന്നിലൊഴിക്കവേ പരമാത്മചൈതന്യം ലഭിക്കുമാകയാൽ നീയും വാനലോകെ പറന്നേറും പ്രാവു പോൽ. ആയിരമായിരം കോടി വാനഗോളങ്ങളെ താണ്ടി പോയിടും നിന്മാർഗമോഹിക്കാവതോ. കാണും ഗഗനതലമതു മനുജഗണനയുമതിശയിച്ചുയരും വിധം തവ ഭാഗ്യമഹിമയെ വാഴ്ത്താനാവതോ. സൗഖ്യം ലേശമേ